പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദ്. കൃഷ്ണപ്രസാദിനോടൊപ്പം സ്റ്റുഡിയോയിൽ MV ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ വിശിഷ്ടാതിഥി ചലച്ചിത്ര അഭിനേതാവും TV പരമ്പരകളിലൂടെ കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കരനുമായ ഒരു അഭിനേതാവാണ് ശ്രീ കൃഷ്ണപ്രസാദ്. അദ്ദേഹം അഭിനേതാവ് മാത്രമല്ല, അതിലുപരി മികച്ചൊരു കർഷകൻ കൂടിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ യുവ കർഷക പുരസ്കാരം 2010 അദ്ദേഹം നേടിയിട്ടുണ്ട്. സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ പ്രഗത്ഭരായ, അതായത് P. പത്മരാജൻ, KS സേതുമാധവൻ തുടങ്ങിയ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മൂന്നാം പക്കത്തിലൊരു അഭിനേതാവായി എത്തിയത് താങ്കൾ? ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ഏതാണ്ട് 5 വയസ്സുള്ളപ്പോൾ കാട്ടുപോത്തെന്ന് പറഞ്ഞ ഒരു പടത്തിലാണ്. അതിലെ പാട്ട് പക്ഷേ ഭയങ്കര ഹിറ്റാണ്. അതെ അതെ അതെ, പടം ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് ഒരു നാടക മത്സരത്തിന് പോയി. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ജില്ലാ മത്സരത്തിൽ ഞാൻ ബെസ്റ്റ് ആക്ടറായിട്ട് അവാർഡ് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ജഡ്ജായിരുന്നു PR ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാകൃത്ത്. അദ്ദേഹമായിരുന്നു കാട്ടുപോത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ അദ്ദേഹമാണ് ആ പടത്തിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുന്നതാണ് പഞ്ചവടി പാലം. അത് KG ജോർജ് അദ്ദേഹത്തിൻ്റെ പടമാണ്. വളരെ ഭാഗ്യം. പിന്നെ വരുന്നത് പത്മരാജൻ സാറിൻ്റെ കൂടാണ്. പത്മരാജൻ സാറിൻ്റെ കൂടാണ് മൂന്നാം പക്കം, സീസൺ തുടങ്ങിയ ചിത്രങ്ങളിൽ തെറ്റല്ലാത്ത വേഷമാണ് കിട്ടിയത്. അപ്പം അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഒരു നായക നിരയിലുള്ള എൻ്റെ ഒരു രംഗപ്രവേശം. ആ രംഗപ്രവേശം എന്ന് പറയുന്നത് സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത വേനൽക്കിനാവുകൾ. അത് MD സാറാണ് സ്ക്രിപ്റ്റും. മൂന്നാം പക്കത്തെ കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ മനസ്സിൽ വരുന്ന ഓർമ്മ എന്തെല്ലാമാണ്? പ്രത്യേകിച്ച് ജയറാമിൻ്റെ ആദ്യകാല ചിത്രം, അതെ യുവനായകർ ഒരുപാട്. അതെ മാർത്താണ്ഡം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ അതൊരു വലിയ ഒരു നൊസ്റ്റാൾജി എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ ജന്മഗ്രഹത്തിലാണ് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അതുപോലെ ഇപ്പം സുനാമിയൊക്കെ അടിച്ചു പോയിട്ടുള്ള പല സ്ഥലങ്ങളും അന്ന് ഷൂട്ട് ചെയ്തിരുന്നു. കടലിലേക്ക് തിലകൻ സാറൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഏതാണ്ട് കിലോമീറ്ററുകളോളം അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നും. അത് കുഴപ്പമില്ലായിരുന്നു, അന്ന് നടക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനതൊക്കെ ചിന്തിക്കുമ്പോൾ ഭയാനകമായിട്ട് ചിന്തിക്കുകയാണ് ആ ചില രംഗങ്ങൾ. എന്തായാലും അതിനകത്ത് പാട്ടുകൾ വളരെ ഗംഭീരമായിരുന്നല്ലോ. ഇളയരാജയായിരുന്നു. അതെ ഇളയരാജ. അതെ. അതുപോലെ വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റായ പാട്ടും അതിലെയാണ്. സംസ്ഥാന അവാർഡ് ലഭിച്ച പാട്ട്. മലർപാദം പെയ്ത പുളകം എന്നിലേ
നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു വന്നത് കെ.എസ്. സേതുമാധവൻ, അദ്ദേഹത്തിൻ്റെ വേനൽ കിനാവുകളാണ് താങ്കൾക്ക് ശരിക്കും ഒരു ബ്രേക്ക് എന്ന് പറയാവുന്ന ഒരു വേഷം കിട്ടിയത്. അതിലെല്ലാം യുവനായകന്മാരുമായിരുന്നു അല്ലേ? ഒരു കൗമാര സ്വപ്നങ്ങളുടെ കഥയായിരുന്നു. എങ്ങനെയായിരുന്നു MTയുടെ സ്ക്രിപ്റ്റ്? ചെറുതുരുത്തിയായിരുന്നു ഷൂട്ടിങ്? അതെ. എനിക്കൊരു 2-3 ദിവസം മദ്രാസിലുണ്ടായിരുന്നു. ബാക്കി എല്ലാം ഞങ്ങൾ സുധീഷ് ഇതു ഞങ്ങൾ 3 പേരാണ് മെയിനായിട്ട് ക്യാരക്ടർ ചെയ്ത്. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. MT സാറിനെ പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സ്ക്രിപ്റ്റാണ്. ദി ഏജ് ഓഫ് അവേക്കനിങ് എന്നാണ് പറയുന്നത് അല്ലേ. അന്നത്തെ കാലത്ത് ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്ന കാലമാണ്. ആ കാലത്ത് ഒരു വലിയ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു നല്ല സ്റ്റോറിയായിരുന്നു. എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റി മുഴുവൻ. അപ്പോൾ അത് കാരണം എനിക്ക് അതിനകത്ത് വളരെ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് അന്ന് എൻ്റെ അടുത്ത് സേതുമാധവൻ സാറ് ഈ കണ്ടിന്യൂറ്റികളൊക്കെ ചിലപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ എൻ്റെ അടുത്താണ് ചോദിക്കുക. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രസാദിൻ്റെ കൂട്ടത്തിൽ നിന്നോ, ഒരു ഡയറക്ടർ ആകാനുള്ള ഭാവിയുണ്ട് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അയ്യോ, എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും അതിനകത്ത് തിക്കോടിയനെ പോലുള്ള ആൾക്കാരൊക്കെ നിരൂപണത്തിൽ എൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി സുബ്ഡു വളരെ ഗംഭീരമായിരുന്നു എന്നൊക്കെ ഒരു 2 വരി കുറിക്കാൻ അവരെ പോലുള്ളവർക്ക് സാധിച്ചത് ചിലപ്പം ആ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടായിരിക്കാം. മാത്രമല്ല അതിൽ നല്ല ഗാനങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പേരാറ്റിൻ അക്കരെ 3 പാട്ടോ അത് അറിയാമല്ലോ. എൽ വൈദ്യനാഥൻ്റെ മ്യൂസിക്കാണ്, കുറുപ്പ് സാറാണ്. എനിക്കതിനേക്കാൾ ഒരു ഭാഗ്യമുണ്ടായത് യേശുദാസിനെ പോലൊരാളുടെ വോയിസ് കൊടുത്ത് പാടി അഭിനയിക്കാൻ സാധിച്ചു. അതാണ് ഗൗരി മനോഹരി എന്ന പാട്ട്. വേനൽ കിനാവുകൾക്ക് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ താങ്കൾക്ക് വരികയുണ്ടായി. അയലത്തെ അദ്ദേഹം എന്ന് പറയുന്നതാണ് അടുത്ത ഒരു ഹിറ്റായ പടം. അതിലൊക്കെ നല്ല വേഷങ്ങൾ. എനിക്കുള്ളൊരു പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞാൽ, ശരിക്കും അന്ന് മദ്രാസിൽ സിനിമയായിരുന്നു. അന്ന് ഞാൻ മദ്രാസിൽ താമസിച്ചില്ല, അല്ലെങ്കിൽ മദ്രാസുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടില്ല. ഫോൺ സൗകര്യം, മൊബൈൽ, അങ്ങനെയുള്ള സൗകര്യങ്ങളില്ലാത്തൊരു കാലം. അതിനപ്പുറമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സിനിമ തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോഴും ഞാൻ ചങ്ങനാശ്ശേരി പെരുന്നയിലായി. അത് കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്തായി. അപ്പോഴും ഞാൻ പെരുന്നയിൽ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ സാധ്യതകളുള്ളൂ എന്ന് കുറച്ചൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയെങ്കിലും സമയം കഴിഞ്ഞോ എന്നുള്ളതല്ല. സിനിമയ്ക്ക് കാലവും സർവീസിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയും പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് ഈ പെരുന്ന അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി വിട്ടുപോരാത്തത്? എനിക്ക് നാടെന്ന് പറയുന്നത് നാട്ടുകാർ, വീട്ടുകാർ, അവിടുത്തെ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും എനിക്കതിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹം. അതിപ്പം എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ കാർഷിക രംഗത്തുള്ള ഒരു തൊഴിലാളിയുടെ വീട്ടിലെ ഒരു ചടങ്ങായിരിക്കും എന്നെ വിളിച്ചത്. പക്ഷേ എനിക്കതിന് പോയില്ലെങ്കിൽ അയ്യോ അതിന് നമ്മൾ ചെന്നില്ല, അത് മോശമല്ലേ, മറ്റുള്ളടത്ത് പോയിട്ട് നമ്മളവിടെ ചെന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ എന്നെ ബാധിക്കും. അതുപോലെ നാട്ടിലെ ഏത് ചെറിയ കാര്യങ്ങളിലും എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്നുള്ളൊരാഗ്രഹമുള്ള ആളാണ്. അപ്പം ഞാൻ എവിടെ ഷൂട്ടിങ്ങിന് പോയാലും ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് വരണം, എല്ലാവരെയും ഒന്ന് കണ്ടു കേട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് കറങ്ങിയിട്ട് പോകണം, അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഈ കാർഷിക വൃത്തിയിലേക്ക് കൃഷ്ണപ്രസാദ് പ്രവേശിക്കുന്നത്? പാരമ്പര്യമായിട്ട് കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് NB ഉണ്ണിപ്പിള്ള എന്നാണ്. അച്ഛൻ കുറച്ച് സാമൂഹികവും മറ്റുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അച്ഛൻ കൂടെ കരുതിയിരുന്ന, അതിനേക്കാൾ സ്നേഹിച്ചിരുന്ന ഒന്നാണ് കാർഷിക വൃത്തി. അതിൽ തന്നെ നെൽകൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുമാണ്. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുകൾ കണ്ടാണ് ഞാൻ കൂടുതലും വളരുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് വളർന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ സിനിമാ നടനാവാനായിട്ട് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വെയിലും മഴയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ശരിയല്ല എന്ന് കണ്ട് ഞാൻ അച്ഛനെ പോലും ഇനി അതൊന്നും ചെയ്യണ്ട. അപ്പം ഞങ്ങളുടെ വീടിനടുത്തും കുറച്ച് പാടശേഖരമുണ്ട്, കുറച്ച് ദൂരെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് കൊടുത്തേക്കാം. അപ്പം അച്ഛൻ പറഞ്ഞല്ല, നമ്മുടെ അടുത്ത് കിടക്കുന്നതിനേക്കാൾ നല്ല വിളവ് തരുന്നത് അപ്പുറത്തെ പാടമാണ്, അതുകൊണ്ട് നമുക്കതാണ് ഏറ്റവും നല്ലത് എന്ന് അച്ഛൻ എപ്പോഴും പറയും. അപ്പം ഞാൻ അതൊക്കെ കൊടുക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു വിൽപ്പനയുടെ ഒരു കരാറിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിൽ എത്തിച്ചതാണ്. പക്ഷേ അതെന്തോ പാളിപ്പോയി. അതാണ് ഈ ദൈവം നിശ്ചയിച്ചതിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ മരിക്കുന്നു. അച്ഛൻ്റെ മരണശേഷം അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയുണ്ട്, എല്ലാം നോക്കുന്ന. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ കൃഷി ഞങ്ങൾ ചെയ്തു തരാം, മോൻ പൈസ മുടക്കിയാൽ മതി. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റിയല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പൈസ മുടക്കാമെന്ന് സമ്മതിച്ചു, പക്ഷെ വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ആ വർഷത്തെ കൃഷിയുടെ ഓരോ സ്റ്റേജുകളുണ്ടല്ലോ, ആ സ്റ്റേജിലൊക്കെ എന്നെ ഓരോ പ്രാവശ്യം വിളിച്ച് നിർബന്ധ ബുദ്ധി അവിടെ കൊണ്ടുപോയി. എന്തിനു പറയുന്നു, ഞാൻ അതിനകത്ത് ഭയങ്കര ഇൻവോൾവായി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 16 വർഷമായിട്ട് നെൽകൃഷി എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പല യുവാക്കളും അതിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന സമയമായിരുന്നു. കുറച്ച് പേരെങ്കിലും നമ്മൾ കാരണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടാക്കുന്നു. ഇന്നും അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഞാൻ ഇപ്പോഴും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സാധാരണ ഈ സെലിബ്രിറ്റികളായി കഴിഞ്ഞാൽ ഒരു ഹോബി ആയിട്ടാണ് കൃഷിയെ കാണാറുള്ളത്, ഫാം ഹൗസ് ഉണ്ടാക്കുക. താങ്കൾ പക്ഷേ അങ്ങനെയല്ല, വളരെ ഗൗരവമായിട്ട് കൃഷിയെ കാണുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? അല്ല, എനിക്കൊരു ടൈം പാസ് അല്ല,
എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അവരെ വളർത്തിയെടുക്കണം. അതോടൊപ്പം ഇതിനകത്തെ വരുമാനവും എനിക്ക് ആവശ്യമാണ്. എനിക്ക് കളയാനായിട്ട് കാശ് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. അപ്പം ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ചിലവാക്കുകയും അതോടൊപ്പം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ നല്ലത് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ഈ കൃഷിയിൽ നിന്ന് ഒരിക്കലും ഒരു കോടീശ്വരനാവുന്ന അവസ്ഥ അല്ലെന്ന് എനിക്കറിയുകയും ചെയ്യാം. കാരണം നാളെ ഒരു വലിയ വിളവുണ്ടായിട്ട് ഞാൻ അങ്ങ് കോടീശ്വരനാവും എന്നൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ എന്തോ നമ്മളൊരു കുഞ്ഞിനോടുള്ള മമതയും സ്നേഹവും ബന്ധവുമാണ് വിത്ത് വിതയ്ക്കുന്നത് മുതൽ അത് കൊയ്തെടുക്കുന്ന വരെയുള്ള അനുഭവം. കൊയ്ത്ത് കാലം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ച് അയപ്പിക്കുന്ന ആ ഒരു ഫീലാണ് നമ്മൾ ആ നെല്ല് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും ഒരു യഥാർത്ഥ കൃഷിക്കാരനോട് പറയുമ്പോൾ അവനത് മനസ്സിലാവും. അതിനകത്തെ ലാഭനഷ്ടങ്ങൾ എന്ന് പറയുന്നതും അവന് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ലതാവണം. കാരണം കാർഷിക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മൂല്യം എന്ന് പറയുന്നത്. നമ്മുടെ പല പല ഉത്സവങ്ങൾ പോലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത്, വിളവെടുപ്പ് ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം വിഷു ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ഇതൊക്കെ അങ്ങനെയാണ്. ശരിക്കും എൻ്റെ അച്ഛൻ്റെ അനുസ്മരണം ഞങ്ങൾ നടത്താറുണ്ട് എല്ലാ വർഷവും. 2ാമത് അനുസ്മരണം നടത്തിയപ്പോൾ ഞങ്ങൾ കൊടുത്ത ക്യാപ്ഷൻ ഭക്ഷ്യ സുരക്ഷയ്ക്കായി നെൽകർഷകർ ഒറ്റക്കെട്ടായി എന്നാണ്. അന്ന് MLA-മാരും അവരുമൊക്കെ ഉണ്ട്. ഇപ്പോഴും ചിങ്ങം 1 സർക്കാർ ചെയ്യുന്നത് കർഷകരെ പൊന്നാട അണിയിക്കുന്നു, അല്ലാതെ തൊഴിലാളികളെ ഒന്നും ആദരിക്കാറില്ല. നമ്മൾ അങ്ങനല്ല. തൊഴിലാളികളെ ഇതിൽ നിന്ന് ഇപ്പോൾ കളകൂട്ട മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്ന ഇന്നൊന്നും ഇല്ലാത്തവരുണ്ടല്ലോ, അതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളെ, കർഷകരെ, ഇവരെ എല്ലാവരെയും കൂടെ ഇത് ചെയ്തുകൊണ്ട് ഏതാണ്ട് 500 പേരെയാണ് നമ്മളന്ന് ആദരിച്ചത്. ആദ്യമായിട്ടാണ് ആ സമയത്ത് ഭക്ഷ്യസുരക്ഷയ്ക്കായി എന്നൊരു വാക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള സയൻസ് കോൺഗ്രസ്, ആ പരിപാടിയിലാണ് നമ്മുടെ APJ അബ്ദുൽ കലാം വന്ന് ഇതേ വാക്ക് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ കാലത്തിനെ തിരിച്ചറിയണം. എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും ഭക്ഷണം എന്നുള്ളതിന്, അന്നം എന്നുള്ളതിന്, അത് ഉൽപ്പാദിപ്പിക്കുന്നവന് ഒരു വില കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ടാവണം. തീർച്ചയായും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ കാർഷിക വൃത്തിയിലൂടെ മാത്രം നമുക്കിപ്പോൾ ഒരു കുടുംബത്തിന് അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിച്ച് മുന്നേറാൻ കഴിയുമോ? കാരണം അത്ര തന്നെ ആദായകരമാണോ നമ്മുടെ നെൽകൃഷി, പ്രത്യേകിച്ച് കാർഷിക? ഒരിക്കലുമല്ല. പക്ഷേ ആയിരുന്നു, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതിൽ നിന്ന് കിട്ടുന്ന വളരെ കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ അല്ലെങ്കിൽ പാലക്കാടൻ മേഖലകളിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് 8ഉം 10ഉം കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്ന കൃഷി മാത്രമായിട്ട് നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കൃഷിയല്ല 2 കൃഷിയൊക്കെ ചില ഒരു വർഷം ഉണ്ടാവും. പക്ഷേ ഇന്ന് നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, കൃഷി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നെല്ല് കൊണ്ടുപോയി സപ്ലൈകോയിൽ കൊണ്ടുപോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്ലിപ്പുമായിട്ടത് ബാങ്ക് കയറി ഇറങ്ങിയെടുക്കുന്ന കർഷകൻ്റെ ഒരു വേദന, അത് വളരെ വലുതായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടനാടൻ ക്ലേ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നെല്ലല്ലാതെ വാഴ നടാനോ പയർ നടാനോ ഒന്നും പറ്റുകയില്ല. അതാണ് അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇവരിത് നോക്കിയിരിക്കുന്നു. ഒരു കൃഷി ചെയ്യാതിരുന്നാൽ അടുത്ത പ്രാവശ്യം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 1-2 ഇരട്ടി ചിലവാകുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് തൊഴിലാളികളുടെ ക്ഷാമം, ഇതെല്ലാം നമ്മൾ നേരിടുകയാണ്. അപ്പോൾ ആ നേരിടുമ്പോൾ നമുക്ക് പൈസ കിട്ടാതെ വരിക എന്ന് പറഞ്ഞാൽ, കൊടുത്തിരിക്കുന്ന 2 സീസണായിട്ട് ഒരു 50% കർഷകർക്കും നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അത് കാലാവസ്ഥാപരമായിട്ട്, അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാലാവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ കിട്ടിയത് കൊടുക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിനുള്ള ഇത്, കാരണം ഞങ്ങൾ പലരും കടം മേടിച്ച് പലിശയ്ക്ക് മേടിച്ച് ഇതൊക്കെ ചെയ്തിട്ട് ആ പലിശയേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിലാണ്. കഴിഞ്ഞ പല പ്രാവശ്യമായിട്ട് നമ്മളൊക്കെ കണ്ടു പല കർഷകരും ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങളൊരു കർഷക കൂട്ടായ്മ ഉണ്ടാക്കുകയും ഞാനൊക്കെ അതിനകത്ത് വളരെ സജീവമാവുകയും ഒക്കെ ചെയ്തത്. ഇനിയെങ്കിലും നമുക്ക് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് വാക്കിലല്ല പ്രവൃത്തിയിലുണ്ടായില്ലെങ്കിൽ അത് വളരെ ദോഷകരമാവും. നമുക്ക് എന്തുകൊണ്ട് ഈ നെല്ല് സംഭരണം മറ്റൊരു കൂട്ടായ്മയിലൂടെ നടത്താൻ കഴിയില്ല? കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ലഭിക്കുന്ന അരി മുഴുവൻ മായം ചേർന്നതാണെന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് സുരക്ഷിതമായ അരി തന്നെ നമുക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൂടാ? പലരും ചെയ്തിട്ട് അതൊക്കെ നഷ്ടത്തിലല്ലേ പോയത്. അപ്പോൾ പിന്നെ ഞാൻ എന്തു പറയാനാ? ഞാനൊരു വ്യക്തിക്കോ ഒരു പാടശേഖരത്തിനോ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. ഇതിനെല്ലാം ഞാൻ ചോദിക്കുന്ന, ഒരു വർഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മുടക്കുന്ന 1000-കണക്കിന് 10,000-കണക്കിന് കോടി പൈസയുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട ഏകദേശം 40-ലധികം സ്ഥാപനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 1000-കണക്കിന് കോടി രൂപ ഇവിടെ ശമ്പളം കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു 4/1 എമൗണ്ട് കൃഷി യാഥാർത്ഥ്യമായി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രമാത്രം ഉൽപ്പാദനം കൂട്ടാൻ സാധിക്കും.
മാത്രമല്ല നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതികൾ അത്തരം അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന കാര്യമാണ്. ഇത് നെൽകൃഷി എന്നല്ല, ഏത് കൃഷിയും ആയിക്കോട്ടെ. നെൽകൃഷി ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതല്ലാതെ മറ്റുള്ള പച്ചക്കറി കൃഷിയാവട്ടെ, ഏതിനെയും തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെടുത്താം, ക്ഷീര സംഭവത്തെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ നമ്മുടെ ഉൽപ്പാദനം വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് എങ്ങനെയാണ് ഇതൊക്കെ കൂടിക്കൂടി വരുന്നു എന്ന് സർക്കാരിൻ്റെ കണക്ക് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് കൃഷിക്കാരായ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർ പറയുന്നു കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കൂടുന്നെങ്കിൽ സന്തോഷം. പക്ഷേ നമുക്ക് അരിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, പച്ചക്കറിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉൽപ്പാദനം കൂടുന്നുണ്ടെങ്കിൽ പിന്നെ ഈ വില കൂടേണ്ട ആവശ്യമുണ്ടോ? മാത്രമല്ല മായം ചേർന്നതാണ് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നു. അല്ല, അതിനകത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു വലിയ വിവാദത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നല്ലത് എന്തെന്ന് നമ്മളെല്ലാം തിരിച്ചറിയണം. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, മറ്റുള്ള മാധ്യമങ്ങളുണ്ട്. ഏത് പൊതുജനത്തിനും ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ കരുതൽ, നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരുതൽ നാം സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ അത് വളരെയധികം ദോഷകരമായ ഒരു അവസ്ഥയിലെത്തിയിട്ട് പിന്നെ കയ്യും കാലും ഇട്ടടിച്ചിട്ട് കാര്യമില്ല. ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ജയസൂര്യ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല, ഒരു യാഥാർത്ഥ്യം നമ്മൾ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. അതിനു മുമ്പ് പാവം പിടിച്ച കൃഷിക്കാർ ഇവരെല്ലാം കണ്ടപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് കിട്ടാനുള്ള ബാക്കിയുള്ളവരുടെ തുകകളെല്ലാം വളരെ ശക്തമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ വളരെ ആശ്വാസകരമായിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ച് സന്തോഷം അറിയിക്കുമ്പോഴാണ് നമുക്ക് ചെയ്ത കാര്യത്തിൻ്റെ ഒരു വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചലച്ചിത്രങ്ങളിൽ പണ്ട് ധാരാളം പാട്ടുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരുപക്ഷെ ചലച്ചിത്രങ്ങൾക്ക് പ്രമേയമാവുന്നില്ല, പാട്ടുകൾ വരുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ കൃഷി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. അല്ലെങ്കിലും നമ്മുടെ നേറ്റിവിറ്റിയുള്ള സബ്ജക്റ്റുകൾ നഷ്ടപ്പെട്ടു. എഴുത്തുകാരായാലും പുതിയ തലമുറയ്ക്ക് അതായിരിക്കാം ശരി. പക്ഷേ നമ്മളൊക്കെ കുറച്ചുകൂടെ ഒരു പഴഞ്ചനാവാൻ ആയതുകൊണ്ടാവാം നമ്മുടേതായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സമൂഹവും അതിനെ തിരിച്ചറിയുന്ന സിനിമകൾ വളരെ കുറവാണ്. അതിൻ്റെ ഒരു നേർചിത്രങ്ങൾ ഞാൻ പലപ്പോഴും പലയിടത്തും കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ വേദന. അടുത്തൊരു പാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? യാത്രാമൊഴി എനിക്ക് മറക്കാൻ പറ്റിയാൽ. കൃഷിയുമായി ചെറിയ ബന്ധം, ചെറിയ ബന്ധമുള്ള പടമാണ്. അപ്പം ആ പടത്തിൽ കക്കാല കണ്ണമ്മ എന്നുള്ളൊരു പാട്ട് നല്ലതാണ്. കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ കന്നിമാനം ചൊന്നിട്ടാരേ, കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ കന്നിമാനം ചൊന്നിട്ടാരേ, കുന്നാര കുന്നുമ്മേ കുമ്പക്കോഴി കൂടുമ്മേ ചൂര്യകോഴം പൊങ്ങിട്ടാരേ, അവന്ന അക്കന്ന നിക്കാത്ത തേരമ്മ വാനുമ്മേ ചാഞ്ചക്കം ചായുന്നേ, അക്കത്തും പക്കത്തും കന്നാലിക്കോലങ്ങൾ തെക്കന്തം തെയ്യന്തം പായുന്നേ, കാക്കാല കണ്ണമ്മ കൺമിടിച്ചി പാരമ്മ കന്നിമാനം ചോന്നിട്ടാരേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ച് പാരമ്മ കന്നിമാനം ചൊന്നിത്താരേ, കുന്നാര കുന്നുമ്മേ കൂവക്കോഴി കൂടുമ്മേ ചൂര്യകോളം പൊങ്ങിത്താരേ, ഔവന്ന അക്കന്ന നിക്കാത്ത തേരമ്മ വാനമ്മേ ചാഞ്ചക്കം ചായുന്നേ, അക്കത്തും പക്കത്തും കന്നാലിക്കോലങ്ങൾ തെക്കന്നം തെയ്യന്നം പായുന്നേ, കാക്കാല കണ്ണമ്മ കൺമിഴിച്ച് പാരമ്മ കന്നിമാനം ചൊന്നിത്താരേ, കുന്നാര കുന്നുമ്മേ കൂവക്കോഴി കൂടുമ്മേ ചൂര്യകോളം പൊങ്ങിട്ടാരേ. പള്ളിപ്പട്ടി ചന്തയിലെ പുള്ളി വച്ചറവുക്കയൊന്ന് തുള്ളി തുള്ളി തെന്നിപ്പായും പുള്ളിമാനായി ഒളിച്ചതെങ്ങ്, കോലമല്ലി ചേലക്കാരി പാട്ടുകാരി പറവ പൊണ്ണ്, പാലക്കാടൻ പയ്യൻ കൂടെ കിണ്ടാണ്ടം കടന്നതെങ്ങ്, അടക്കുറ്റാല കുരുവി ഒക്കാരുമാ സുത്താമ സുത്തുമേ നിക്കാതമ്മ, പാട്ടൊന്നു പാടണ്ടേ പയ്യാരമാ കൂട്ടൊന്നു കൂടണ്ടേ കുഞ്ഞാറ്റമാ,
അന്തിപ്പൊൻ പാടത്തെ ചെന്തോളം നുള്ളുമ്പം ചങ്കാലി പെണ്ണാളെ പാറിവാ. ചെക്കനും പെണ്ണിനും കല്യാണം കൂടുമ്പം സംഗീത കച്ചേരി പാടിവാ. കാക്കാല കണ്ണമ്മ കൺവിഴിച്ച് പാറമ്മ കന്നിമാനം ചൊന്നിട്ടാരേ. കുന്നാര കുന്നുമ്മേ കൂവക്കോഴിക്കൂടുമ്മേ ചൂരകോളം പൊങ്ങിട്ടാരേ. അവനാ കണ്ണാനിക്കാത്ത തേരമ്മ വാനുമേ ചാഞ്ചക്കം ചായുന്നേ. അക്കത്തും പക്കത്തും കന്നാലിക്കോലങ്ങൾ തെക്കന്നം തെയ്യന്നം പായുന്നേ. ഒരുപക്ഷെ താങ്കളുടെ ചലച്ചിത്ര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ താങ്കൾ ചെയ്തിട്ടുള്ളത് മോഹൻലാലിനൊപ്പമായിരിക്കും. എങ്ങനെയാണ് ആ ബന്ധം? താങ്കൾ കമലതളം ചെയ്തിട്ടുണ്ട്, ഒരു യാത്രാമൊഴി പറഞ്ഞു, അതുപോലെ കന്മദം. എങ്ങനെയാണ് അതല്ല ചെറുതും വലുതുമായ ഒത്തിരി ചിത്രങ്ങൾ അദ്ദേഹമായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു പുണ്യമാണ് മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു നടനുമായിട്ട്, കാരണം മറ്റുള്ള ഏത് താഴെയുള്ള ഒരു നടനെയും നടിയെയും സപ്പോർട്ട് ചെയ്യുന്ന, ഇതുപോലെ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ ഇത്രയും കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു നടൻ വേറെയില്ല. അത്രയ്ക്ക് മാത്രം. കാരണം നമ്മൾ ഒരിക്കലും ഒരു ടെൻഷൻ ആകത്തില്ല. മറ്റുള്ള ഒരു സീനിയറാണല്ലോ, ഇന്ന് നമുക്ക് ഉള്ളിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരാം. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ റിലാക്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പം കുഞ്ഞാലിമരക്കാർ വരെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ അദ്ദേഹം ഒത്തിരി വലിയ പടങ്ങളിലേക്ക് പോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗ്യാപ്പുണ്ട്. എന്നാലും അദ്ദേഹത്തോടൊപ്പം നല്ല ചില നിമിഷങ്ങൾ കിട്ടിയത് ഒരു ഭാഗ്യമാണ്. അദ്ദേഹം താങ്കളുമായിട്ട് പ്രത്യേകം എന്തെങ്കിലും ബന്ധം സൂക്ഷിക്കാറുണ്ടോ? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കൃഷി ചെയ്തതിന് ശേഷം എൻ്റെ കൃഷിബന്ധം ഭയങ്കരമാണ്. അപ്പോൾ എപ്പോൾ കണ്ടാലും മോനെ എങ്ങനെയുണ്ട് കൃഷി, എങ്ങനെ പോകുന്നു, ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, എല്ലാം A to Z കാര്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിനും ഇതൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടം പോലെ കുറച്ചൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് നെല്ലിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മോനെ എനിക്ക് അവിടെ കുറച്ച് പാടമൊക്കെ മേടിക്ക്, എന്നിട്ട് മോനത് നോക്ക്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നിയേട്ടാ, നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടൻ ഒരു പ്രാവശ്യം അവിടെ വരാൻ പറ്റുമോ വർഷത്തിലൊരിക്കൽ, എന്നാൽ ഞാൻ ചെയ്തു തരാം. അല്ലാതെ ഈ പറഞ്ഞ പോലെ, മുമ്പേ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫാം ഹൗസൊക്കെ പറ്റും. കാരണം അതൊക്കെ അവരുടെ ഒരു റിലാക്സ് എന്നുള്ളത്. നമ്മളത് റിലാക്സ് ചെയ്യാനല്ല, നമ്മുടെ ചോര നീരാക്കി നമ്മൾ അതുപോലെ അർപ്പണം ചെയ്ത്. എനിക്ക് ഈ 16 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 7 പ്രാവശ്യം സൺബേൺ അടിച്ചിട്ടുണ്ട്. പാടത്തിറങ്ങാന്ന് പറഞ്ഞാൽ പാടത്ത് പോയി എൻ്റെ അച്ഛൻ്റെ കുടയുമായിട്ടാണ് ഞാനിപ്പോഴും സഞ്ചരിക്കുന്നത് പാടത്ത് പോകുമ്പോൾ. അതൊക്കെ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. കാരണം മാർച്ച് മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അത്രമാത്രം ചൂടായിരുന്നു. ആ സമയത്തൊക്കെ, കൊയ്ത്ത് സമയത്തൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക, തൊലിയൊക്കെ ഇളകി വരും. അതുപോലെ അനുഭവം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്താ പറയുക, അപ്പോൾ വിചാരിക്കുമോ ഇനി ഇതൊന്നും വേണ്ട, അടുത്ത പ്രാവശ്യത്തേക്ക് ഇതൊക്കെ നിർത്തിയേക്കാമെന്ന് ചിന്തിക്കുമ്പോൾ, പക്ഷേ അടുത്ത പ്രാവശ്യം ഈ സമയമാകുമ്പം തന്നെ നമ്മൾ ഇതിലേക്ക് അങ്ങ് പോകും. അതാണ് അനുഭവങ്ങൾ ഇതുവരെ ഉള്ളത്. മോഹൻലാലുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വളരെ വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വായിക്കുകയുണ്ടായി, അതേക്കുറിച്ച് അല്ല, അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും എൻ്റെ ഒരു അമ്മയുടെ ഒരു മരണ സമയത്ത് ബലിയിടാൻ പോകാൻ ഉള്ള, അത് യാത്രാമൊഴിയുടെ സെറ്റ് വെച്ചായിരുന്നു. അപ്പം ആ സമയത്ത് ഒന്നാമത്തെ ഇതായിരുന്നു. അപ്പം പോകാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ആ സമയമായപ്പോൾ പോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. അപ്പോൾ ചേട്ടൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, അടുത്ത ദിവസം എന്താ സീനെന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പം ചോദിച്ചപ്പോൾ ഇങ്ങനെ, അപ്പോൾ പറഞ്ഞു കൃഷ്ണപ്രസാദ് ഇല്ലേ? ഉണ്ട്. അത് കൃഷ്ണപ്രസാദ് നാളെ കാണത്തില്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താ? അല്ല, കൃഷ്ണപ്രസാദിൻ്റെ അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിന് പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, ഓ അതൊന്നും കാര്യമില്ല, എൻ്റെ അമ്മയൊക്കെ മരിച്ചത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നിൻ്റെ അമ്മയോട് നീ ചെയ്യുന്നത്, പുള്ളിയുടെ അമ്മയോട് ചെയ്യാൻ, പുള്ളിക്ക് കർമ്മം ചെയ്യാൻ പോകണമെങ്കിൽ അത് പോകണം. പിന്നെ നാളെ രാവിലെ അദ്ദേഹമായിട്ടുള്ള സീനാണ് എനിക്ക് വെക്കുന്നത്, ഞാൻ കാണത്തില്ല. അദ്ദേഹം ഒരിക്കലും ഇത് പറയേണ്ട ആവശ്യമില്ല. ഞാനിതൊക്കെ അറിയുന്ന പിന്നാണ്, വളരെ ദിവസങ്ങൾ കഴിഞ്ഞാണ്. അപ്പോൾ എന്നെ അത് കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു, ആ പൊക്കോ ഇപ്പോഴാണ് വരാൻ പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് വരണേ എന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റി. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റും. കാരണം ഇത്രയും വലിയൊരു നടനെ നമ്മളെപ്പോലുള്ള ഒരാൾ ബലിയിടുന്നോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ചിന്തിക്കേണ്ട അദ്ദേഹത്തിൻ്റെ സീൻസ് തീർത്ത് എത്രയും പെട്ടെന്ന് പോകാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാനുഷികമായ ഒരു പരിഗണന തന്ന ഒരു മുഹൂർത്തം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ കമലതളത്തിലും താങ്കൾ നല്ലൊരു കമലതളം കുഴപ്പമില്ലായിരുന്നു. അത് കന്മദം ഒക്കെയാണ്. കന്മദം അതുപോലെ ഒത്തിരി പടങ്ങളിൽ ചെറുതും വലുതുമായിട്ട് ഒത്തിരി പടങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് അദ്ദേഹത്തോടൊപ്പം താങ്കൾ അഭിനയിച്ച ഒരു ചിത്രത്തിലെ ഗാനത്തിലേക്ക് പോയാലോ? ഒന്ന് കമലതളം ആയിക്കോട്ടെ, ആദ്യത്തെ പടമല്ലേ. സീസണിൽ അഭിനയിച്ചിട്ടുണ്ട് അതിനു മുമ്പ്, എന്നാൽ പോലും കമലതളത്തിലെ പാട്ട് അത് ആവാം.
അവസാനത്തെ സീൻ്റെ സുമുഹൂർത്തമായി എന്ന് പറഞ്ഞാൽ സുഹൃത്തമായി അത് ഞങ്ങളെല്ലാം ഉള്ളതാണ്. വല്ലാത്തൊരു ഫീലുള്ളൊരു പാട്ടാണ്. അതെ, ആയിക്കോട്ടെ, നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ. ദേവകളെ മാമുനിമാരെ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. ത്രയംബകം പില്ലൊടിയും മംഗളതുണ്ടുകീനാദവുമാ മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലീയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലീയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോട്ടുരുമ്പിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര. എന്നീ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. താങ്കൾ ചലച്ചിത്ര മേഖലയിൽ വന്ന് ഏകദേശം 3.5 പതിറ്റാണ്ട് ആയിരിക്കുകയാണ്. ഏതെല്ലാം അക്കാദമികളിൽ അതല്ലെങ്കിൽ ഏതെല്ലാം സംഘടനകളിൽ താങ്കൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്? അല്ല, അങ്ങനെ അതൊക്കെ ഒരു എന്താ പറയുക, വൈകാരികമായിട്ടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ജീവിതത്തിൽ അതൊക്കെ വന്നു സംഭവിച്ച കാര്യങ്ങളാണ്. പ്രിയദർശൻ ചെയർമാനായിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചലച്ചിത്ര അക്കാദമിയിൽ ഒരു മെമ്പറാവാൻ പറ്റി. അതുകൂടാതെ ലളിതകലാ അക്കാദമിയിൽ ഒരു മെമ്പറാവാൻ പറ്റി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പറാണ്. അപ്പോൾ അതൊക്കെ ഈ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് തേടാൻ സാധിച്ചു. ചില സമയത്ത് ആലോചിക്കും ഈ അറിവുകളൊന്നും കൂടുതൽ തേടാതിരിക്കുന്നതാണല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ജീവിതത്തിൽ സാധിച്ചു. കാരണം ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ചില ബോർഡുകളിൽ
ഉൾപ്പെടുക എന്ന് പറയുന്നത് അതൊരു അംഗീകാരമാണല്ലോ. തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും സാധിക്കാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് നമ്മളൊരു കാര്യം വിട്ടുപോയി. താങ്കൾക്ക് യുവ കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടല്ലോ. അതേക്കുറിച്ചൊന്ന് പറയാമോ? 2010 അല്ലേ? അതെ അതെ, ഏകദേശം 12 വർഷം മുമ്പ്. അതെ അതെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞ പോലെ കൃഷിക്ക് ആരും, ഈ യുവാക്കളെന്ന് പറയുന്ന ഒരാളും ഇതിലേക്ക് വരാത്തൊരവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഞാൻ 2006 കഴിഞ്ഞ് 2007 തൊട്ട് ഈ പറഞ്ഞ പോലെ കൃഷിക്ക്. അപ്പോൾ ഈ പറയുമ്പോഴത്തെ ഞാൻ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് മറ്റേ പത്രങ്ങളിലും മറ്റുള്ളതിലൊക്കെ ഞാനും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം മീഡിയയിൽ അതൊക്കെ വന്നപ്പോൾ പലരും അത് നോട്ട് ചെയ്തപ്പോൾ കുറച്ച് പേരും കൂടെ എങ്കിലും അവൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും പ്രയോജനമില്ലാതെ അവൻ പോയി ചെയ്യുമോ, അപ്പോൾ നമുക്കൂടെ ഒന്ന് പോയി ചെയ്താലോ എന്നെങ്കിലും ചിന്തിച്ച് കുറച്ച് പേരെങ്കിലുമൊക്കെ അതിനകത്ത് വന്നു. അപ്പോൾ ആ വന്നത് മറ്റു പലരും, ഇപ്പം മമ്മൂക്കയായാലും പറഞ്ഞ പോലെ ലാലേട്ടൻ, അത് കഴിഞ്ഞ് ഉണ്ണിമുകുന്ദൻ, പിന്നെ ജയസൂര്യ ഇപ്പോൾ, അതുപോലെ ജെന്യുവിനായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് മേഘനാഥൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എപ്പോഴും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ ശ്രീനേട്ടൻ വളരെ ജെന്യുവിനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തുമ്പോൾ എൻ്റെ പേര് പറയും. അപ്പോൾ ആ പരാമർശം പറഞ്ഞപ്പോൾ അത് മറ്റു പലർക്കും കൂടെ പ്രചോദനമാവുകയും, ഞാൻ പറഞ്ഞിട്ട് ഒരു 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവരും കൂടെ പ്രോത്സാഹനം നൽകിയപ്പോൾ അത് 100 1000 ആയെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ കൃഷിക്കാർക്ക് കൊടുക്കാവുന്നൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. അപ്പോൾ ആ പ്രോത്സാഹനത്തിലാണ് എനിക്ക് അന്ന് ഈ അവാർഡൊക്കെ കിട്ടുന്നത്. ഒരു അവാർഡിനേക്കാൾ കൂടുതൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എൻ്റെ കൂടെ ബുദ്ധിമുട്ട് അനുഭവിച്ച നെൽകർഷകർക്ക് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരു ചൂട് പാലമാവാൻ സാധിച്ചതാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അഭിമാനം. നമുക്ക് ഒരു ഗാനത്തിലേക്ക് പോയാലോ? കൃഷിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗാനങ്ങൾ താങ്കളുടെ മനസ്സിലുണ്ടോ? അതായത് ഈ പഴയകാല പടങ്ങളിലൊക്കെ കൃഷിയും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളുമാണല്ലോ സിനിമയിലെ കഥകളും കഥാപാത്രങ്ങളും. അപ്പോൾ അത് ബന്ധപ്പെട്ടാണ് പാട്ടുകളും വന്നിരുന്നത് അല്ലേ? അയോധ്യയിലെ ഒരു പാട്ടുണ്ടല്ലോ, പുത്തരി കൊയ്തപ്പോൾ. പുത്തരി കൊയ്തപ്പോൾ എന്ത് കിട്ടി, പത്തര മാറ്റുള്ള പൊന്ന് കിട്ടി. അത് ശരിക്കും അർത്ഥവത്തായ വാക്കുകളാണ്. പഴയ ആൾക്കാരുടെയൊക്കെ ആ ലിറിക്സ് എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. അതെ അതെ. അപ്പം ആ പാട്ടൊന്ന് കേട്ടാൽ കൊള്ളാം. കൊയ്തപ്പോൾ എന്ത് കിട്ടി, പത്തരമാറ്റുള്ള പൊന്നു കിട്ടി. പച്ചക്കടലിൽ തപ്പി നടന്നപ്പോൾ പവിഴം കിട്ടി, മുത്തു കിട്ടി. പുത്തരി കൊയ്തപ്പോൾ എന്തു കിട്ടി, പത്തരമാറ്റുള്ള പൊന്നു കിട്ടി. പച്ചക്കടലിൽ തപ്പി നടന്നപ്പോൾ പവിഴം കിട്ടി, മുത്തു കിട്ടി. മിന്നാട്ടം മിന്നാട്ടം മിന്നാട്ടം. പുത്തരി കൊയ്തപ്പോൾ എന്തു കിട്ടി, പത്തരമാറ്റുള്ള പൊന്നു കിട്ടി. പച്ചക്കടലിൽ തപ്പി നടന്നപ്പോൾ പവിഴം കിട്ടി, മുത്തു കിട്ടി.
തക്ക കതിരുമെതിക്കടി കണ്ണിമുറം വച്ചു ചേറിയെടുക്കടി കണ്ണിമുറം വച്ചു ചേറിയെടുക്കടി ഡോക്ടർ ബിജു അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലും താങ്കൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഓഫ് ബീറ്റ് ചിത്രം, അത്തരം പേരറിയാത്തവർ, പിന്നെ വലിയ ചെറുകുള്ള പക്ഷികൾ. എങ്ങനെയായിരുന്നു ആ ചിത്രത്തിലേക്ക് അനുഭവം? അത് ഈ പറഞ്ഞ പോലെ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ കിട്ടിയ വേഷങ്ങളാണ്. പക്ഷെ എന്നാലും എനിക്ക് ഓഫ് ബീറ്റ് പടങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമാണ്. കാരണം കുറച്ചുകൂടെ ഡൗൺ വർത്തായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമല്ലോ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തൊരു പടമാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഓഫ് ബീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എഴുത്തോല. നമ്മുടെ പാരമ്പര്യമായ ആ എഴുത്താശാട്ടി എന്നുള്ള സംഭവങ്ങളുടെ ഒരു വളരെ നേർചിത്രമായ ഒരു സിനിമയാണ്. അതിന് പിന്നെ ഇന്ത്യക്ക് പുറത്ത് പല ഫെസ്റ്റിവലിലും അവാർഡുകളൊക്കെ കിട്ടി. അതിൻ്റെ ഡയറക്ടർ സുരേഷ് എന്ന് പറയുന്ന UK ഒരു ടോണിയാണ്. അപ്പോൾ അദ്ദേഹം ആണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴയ നടൻ ശങ്കരേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ പടം ഒക്കെ എനിക്ക് വലിയ ഇതാണ്. ഒരു 40 വയസ്സും ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഒരു 65 വയസ്സുള്ള കാലഘട്ടം കാണിക്കുന്നു. അപ്പോൾ അതിനകത്ത് എഴുത്താശാനായിട്ട്, അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ചോദിക്കാനിരിക്കായിരുന്നു. താങ്കളിപ്പോൾ പ്രത്യേകിച്ച് ഷഫീഖിൻ്റെ സന്തോഷം, അതിലെല്ലാം കുറച്ചുകൂടി മുതിർന്ന ഒരു വേഷങ്ങളാണല്ലോ. ഉണ്ണിമൂന്നൻ്റെ ബാപ്പയാ ഷഫീഖിന്. മുതിർന്ന വേഷങ്ങളാണല്ലോ, അത് എന്തുകൊണ്ട്? അതെ, അത് എല്ലാവരും പറയുമല്ലോ, കാലം ഇപ്പോൾ ഇത്രയാവുന്നു. എപ്പോഴും 4-5 വർഷം മുമ്പ് വരെ എനിക്ക് കോളേജ് സീനിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇനി എന്നെ വിട്ടേക്ക്, കാരണം ഇനിയും വല്ല കോളേജിൽ പഠിപ്പിക്കാനോ പിയൂണായിട്ടോ എന്തായാലും മതി, അല്ലാതെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇനി അഭിനയിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രേഷൈൻ മഹാവീര്യർ എന്ന് പറഞ്ഞൊരു ചിത്രം അദ്ദേഹം ചെയ്യുന്നു. അതിനകത്തെ നായികയുടെ അച്ഛൻ്റെ വേഷം വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. ആ വേഷമാണ് എനിക്ക് ആദ്യം ഒരു ക്യാരക്ടർ ചേഞ്ചിലേക്കുള്ള ഒരു സ്റ്റെപ്പിലേക്ക് എന്നെ കൊണ്ടുവരുന്നു. മഹാവീര്യർ കഴിഞ്ഞപ്പോഴാണ് ഷഫീഖിൻ്റെ സന്തോഷം വരുന്നു. അത് കഴിഞ്ഞ് മഹേഷും മാരുതി എന്ന് പറഞ്ഞ സിനിമ വരുന്നു. അങ്ങനെ ഒരു 3-4 സിനിമകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന എഴുത്തോലയാണ്. അതുപോലെ മേപ്പടിയാനകത്താണെങ്കിലും കുറച്ചൊരു സംഭവമാണെങ്കിലും ഒരു വില്ലേജ് ഓഫീസറായിട്ടെന്നൊക്കെ പറയുക ഒരു മെച്ചുവേർഡായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, സീനിയറായി പോയി. അതെ. അപ്പോൾ അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പം മനസ്സിൽ ഉദിച്ചു തുടങ്ങി. എന്തായാലും അത്തരം വേഷങ്ങൾ കിട്ടട്ടെ. താങ്കളുടെ വലിയൊരു ഭാഗം പറഞ്ഞില്ലേ, TV പരമ്പരകൾ, അതെ, സ്ത്രീ, സമയം, സമക്ഷം, ഇതെല്ലാം ഒരുപാട്. സമക്ഷം ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡുകൾ വളരെയധികം നേടിയ ഒരു സീരിയലാണ്. താങ്കൾക്ക് ക്രിട്ടിക്സ് അവാർഡും കിട്ടി. അതെ. അത് ശരിക്കും ദസോസ്കയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞ നോവലിൻ്റെ മലയാള വേഷമാണ്. അത് ദൂരദർശനിൽ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായ, കാരണം ഒരു വൺമാൻ ഷോ എന്ന് പറയുന്ന പോലെ എൻ്റെ ഒറ്റയ്ക്കുള്ള കളികളാണ് ആ സീരിയൽ. ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും എനിക്കൊന്ന് 2000 അത് വരുന്നത്. ആ സമയത്ത് കണ്ട അവർ പോലും ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, അതിനകത്ത് ഇങ്ങനെ കൊലപാതകം നടത്തി സ്വർണം കൊണ്ട് ഇങ്ങനെ മരത്തെ കെട്ടിവെക്കുന്ന സീനില്ലായിരുന്നു. അപ്പോൾ ആ പഴയ സീരിയലിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ 4 കെട്ടിലെ അപ്പുണ്യം, അതും മറക്കാൻ പറ്റില്ല. MD സാറ് ഡയറക്റ്റ് ചെയ്ത ഇതാണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള കഥാപാത്രമാണ് ആ പുണ്ണി. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യങ്ങളൊന്നാണ്. സീരിയൽ രംഗത്ത് 100-300 സീരിയൽസ് ചെയ്തു. അപ്പം അതൊക്കെ ഒരു നല്ല സമയത്ത്. സീരിയലിൻ്റെ ഏറ്റവും ഹിറ്റായത് സ്ത്രീ എന്ന് പറഞ്ഞ സീരിയലാണ്. പിന്നീട് എന്തുകൊണ്ടാണ് സീരിയൽ തുടർന്ന് ചെയ്യാത്തത്? അതോ അല്ല, ഞാൻ സീരിയൽ ഇപ്പോൾ കുറച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അത് പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. പക്ഷേ പണ്ടത്തെ ഇപ്പോൾ 13 എപ്പിസോഡായിട്ട് ദൂരദർശന് വന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സീരിയലുകൾക്കൊക്കെ ഒരു മൂല്യവും ഒരു സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാവണം. നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. എങ്ങനെയാണ് താങ്കളുടെ ഈ അഭിനയ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ പിന്തുണ, കുടുംബത്തെക്കുറിച്ച് പറയാമോ? എനിക്ക് അച്ഛനെയാണ് മറക്കാൻ പറ്റാത്തത്. കാരണം അച്ഛനാണ് ഞാൻ ഈ ഫീൽഡിൽ, കാരണം ഒരു അധ്യാപകൻ, പ്രഥമ അധ്യാപകൻ. അച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു. NB ഉണ്ണിപ്പിള്ള എന്ന് പറഞ്ഞാൽ അച്ഛന് അത്യാവശ്യം നല്ലൊരു ശിഷ്യബന്ധങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളുടെ മകൻ ഇങ്ങനെ ഒരു കലാരംഗത്ത് വരിക, കാരണം സാധാരണ ഒരു എഞ്ചിനീയറോ ഡോക്ടറൊക്കെ ആയിട്ട് പോകേണ്ടതാണ്. പക്ഷേ അച്ഛൻ ചെറുപ്പത്തിൽ തൊട്ടേ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്ത് കാര്യത്തിലും നാടകത്തിന് പോകാനും മറ്റുള്ള കാര്യത്തിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. അമ്മയെ സംബന്ധിച്ചോളം ഞാൻ ഈ ഒരു രംഗത്ത് ഒരു നായക സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കുടുംബം, എനിക്ക് ചേട്ടനും ചേച്ചിയാണുള്ളത്, അവരെൻ്റെ മൂത്ത ആൾക്കാരാണ്, അവർ അങ്ങനെ നിൽക്കുന്നു.
ഇപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ പേര് രശ്മി എന്നാണ്, മൂത്ത മോളുടെ പേര് പ്രാർത്ഥനാകൃഷ്ണൻ എന്നാണ്, ഇളയാളുടെ പേര് പ്രപഞ്ചാകൃഷ്ണൻ എന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അവരും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ കാർഷിക രംഗമെന്നല്ല, സിനിമാ രംഗമായാലും സീരിയൽ രംഗമായാലും കലയിലും കാർഷിക രംഗത്തും സജീവമായിട്ട് പോകാൻ പറ്റുന്നിടത്തോളം കാലം ദൈവം തരുന്ന ആയുസ്സിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് ഏതെങ്കിലും നിലവിൽ അങ്ങനെ? ഇതിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം വിഷ്ണുമോഹൻ്റെ ഒരു മേപ്പടിയും ചെയ്യുന്ന പുള്ളിയുടെ പുതിയൊരു പടമാണ്. പിന്നെ വേറൊരു പുതിയ ഒരു ടീമിൻ്റെ ഒരു പടം ഉടനെ തുടങ്ങുകയാണ്. അതെ, സിനിമകൾ അത്യാവശ്യം വരുന്നു. ഒപ്പം പറഞ്ഞില്ലേ, ഞാൻ അമിതമായ ആഗ്രഹങ്ങളിലൊന്നും പോകുന്നില്ല, ഉള്ളത് നന്നായി കൊണ്ടുപോവുക എന്ന ആഗ്രഹത്തിലാണ് പോകുന്നത്. എപ്പോഴും നമുക്ക് നല്ലതും ചീത്തയും എല്ലാ വശവും, ഒരു കയറ്റത്തിന് ഒരിറക്കം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഒരു കർഷകൻ കൂടി ആയതുകൊണ്ട് ആകാശവാണിയെ എന്തായാലും കേൾക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് ആകാശവാണിയുടെ വയലും വീടും, അതല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നുണ്ട്? അല്ല, വയലും വീടും എന്ന് പറയുന്നതിനകത്ത് പോലും ഉണ്ടല്ലോ വയലെന്നാ, അതെ, പാടമെന്നാണ് പറയുന്നത് അല്ലേ, അതാ പറഞ്ഞത്. അപ്പോൾ ആ തുടങ്ങിയ കാലത്ത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്താൻ പറ്റുന്നത് കാർഷിക മേഖലയാണ്. ഏത് രാജ്യത്തിൻ്റെ എക്കണോമി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാർഷിക തകർച്ചയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ആകാശവാണി വന്നിട്ടുള്ള അനുഭവമാണ്. അന്ന് അത് ആകാശവാണി മാത്രമേ ഉള്ളൂ, ഓൾ ഇന്ത്യ റേഡിയോ അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ദൂരദർശൻ വരുന്നു. ഇപ്പോൾ നമ്മളെന്താ പറയുക, നമുക്ക് വിരലിൽ ചാനലുകളും സോഷ്യൽ മീഡിയകളുമായിട്ട് നടക്കുമ്പോൾ ഇതിൻ്റെ പ്രസക്തി കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും നന്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഴയകാല ബന്ധങ്ങളാണ് എപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ആ ബന്ധങ്ങൾക്കാണ് ഊഷ്മളതയുള്ളതും ആത്മാർത്ഥതയുള്ളതും. ആ ആത്മാർത്ഥതയും ഊഷ്മളതയുമാണ് ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തോടും നമുക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ കുഞ്ഞിലെ ഇവിടെ വന്ന് ബാലലോകം പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി സുപ്രിയ റേഡിയോ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിൻ്റെ രക്ഷാധികാരി എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അന്നേ ഈ പറഞ്ഞ പോലെയുള്ള ഒരു കലാപരമായ കാര്യങ്ങളിൽ അച്ഛനും കൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ, ഒപ്പം ഞാനതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആകാശവാണിയുമായിട്ട് എനിക്ക് ഇത്രയും വർഷത്തെ ആ ഒരു നല്ല സ്നേഹവും ബന്ധവുമുണ്ട്. അത് മലയാളികൾക്കും ഉണ്ടെന്നുള്ളതാണ്, ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കളുടെ കലാജീവിതാനുഭവങ്ങളും കാർഷിക ജീവിതാനുഭവങ്ങളും പങ്കുവച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അന്നമുട്ടുന്നവനെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കണമെന്നാണ് പറയാറ്. അത്തരത്തിൽ കാർഷിക വൃത്തി നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി എത്തിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം കലാരംഗത്തും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി. എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്ന് ശ്രോതാക്കളെ കേൾപ്പിക്കുവാൻ അല്ലെങ്കിൽ രണ്ടു വാക്ക് പറയുവാൻ അവസരം തന്ന ആകാശവാണിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി. ചലച്ചിത്രതാരം കൃഷ്ണപ്രസാദ് അതിഥിയായി എത്തിയ ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം വിനോദ് കല്ലറ.